بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. 85-ാമത്തെ ആയത്ത് മുതലാണ് എടുക്കേണ്ടത്. 84 മുതൽ ഇൻഷാ അല്ലാ അത് എടുത്തിട്ട് ഞാൻ പോകും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون. 84 മുതൽ 86 വരെയുള്ള ആയത്തുകളാണ് കേൾപ്പിച്ചത്. ഇൻഷാ അല്ലാ സമയം കിട്ടുകയാണെങ്കിൽ അടുത്ത 2 ആയത്തും കൂടി ഇതിൻ്റെ കൂടെ എടുക്കും, ഇല്ലെങ്കിൽ ഈ ആയത്തുകൾ ഓതിയിട്ട് അവസാനിപ്പിക്കും. കഴിഞ്ഞ ക്ലാസ് വരെ നിങ്ങൾ ജൂത സമൂഹത്തിൻ്റെ ചരിത്രങ്ങളായിരിക്കും കേട്ടിട്ടുണ്ടാകുക അല്ലേ? സ്വാഭാവികമായിട്ടും ഓരോ നമസ്കാരങ്ങളിലും അള്ളാഹുവിനോട് ജൂതൻ്റെ മാർഗത്തിൽ നീ എന്നെ ചേർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മൾ. അൽ-ബഖറയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മുഅ്മിനീങ്ങളെപ്പറ്റി പറഞ്ഞു, പിന്നെ മുനാഫിഖീങ്ങളെപ്പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ കാഫിര്യങ്ങളെപ്പറ്റി പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് എത്രയോ അല്ലാഹു തആല ഈ സൂറത്തിൽ സൂചിപ്പിക്കുന്നത് ജൂത സമൂഹത്തെക്കുറിച്ചാണ്. അവർ കാണിക്കുന്ന പല നന്ദികേടും അവർക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത പല അനുഗ്രഹങ്ങളും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചപ്പോൾ അല്ലാഹു അവർക്ക് കൊടുത്ത ശിക്ഷയും അതാണ് ഈ ആയത്തുകളൊക്കെ ഓതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തുകളൊക്കെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ജൂതന് കിട്ടി, ഇതൊക്കെ യഹൂദിക്ക് കിട്ടി എന്നല്ല. ഇങ്ങനെ യഹൂദിക്ക് കിട്ടാൻ ഇന്ന തെറ്റാണ് കാരണമെങ്കിൽ ആ തെറ്റ് എനിക്കുണ്ടാകുമ്പോൾ ജൂതന് കൊടുത്ത അതേ ശിക്ഷയായിരിക്കും അള്ളാഹ്ക്കും നൽകുക നമുക്കുണ്ടാകുന്നത്. അതാണ് 84-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല യഹൂദി സമൂഹത്തിൽ നിന്ന് ഒരുപാട് കരാറുകൾ വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് കരാറുകൾ. ആ ചരിത്രം ഞാനത് തുടക്കത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ പറഞ്ഞിരുന്നു ഇസ്രായേൽ സമൂഹം ആരായിരുന്നു എന്നതിൻ്റെ തുടക്കക്കാരൻ. ഇസ്രായേൽ സമൂഹത്തിൻ്റെ
ഒന്ന് ഓർക്ക പറഞ്ഞേ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ, യാക്കൂബ് നബിയുടെ മക്കൾ, അതാണ് ബനു ഇസ്രായേൽക്കൾ. ആ ബനു ഇസ്രായേലരിൽ നിന്ന് സമൂഹങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് അള്ളാഹു ഒരുപാട് നിഅമത്തുകളെ കൊടുത്തു. ആ ഇസ്രായേൽ സമൂഹത്തിലേക്ക് അള്ളാഹു തആല കൊടുത്ത ഒരു നബിയായിരുന്നു മൂസാ നബിയും. ആ സമയത്തും അള്ളാഹു ഇവർക്ക് ഒരുപാട് നിഅമത്തുകളൊക്കെ കൊടുത്ത് ഇസ്ലാമിലെ ശത്രുവിനെ പിന്നെ മുങ്ങി നശിക്കുന്നത് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു. മൂസാ നബിയുടെ കാലഘട്ടത്തിന് ശേഷം ഒരുപാട് നന്ദികേടും, ആ നന്ദികേടിൽ ഏറ്റവും ഗൗരവമുള്ള നന്ദികേടൊക്കെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ആയത്തുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ ഇസ്രായേൽ സമൂഹം അള്ളാഹിനോടും ലോകത്തോടും ചെയ്ത ചില തെറ്റുകൾ. അതാണ് ഇത് അഖദ്നാ മീസാഖക്കും. അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എന്താ അർത്ഥം? ഇത് അഖദ്ന, നാം വാങ്ങിയ സന്ദർഭം. ഇത് അഖദ്ന, നാം വാങ്ങിയ സന്ദർഭം. മീസാഖക്കും, നിങ്ങളുടെ ഉറപ്പ്. നിങ്ങളിൽ നിന്നൊരു ഒരു കരാർ, ഒരു ഉറപ്പ് വാങ്ങിയിട്ടുണ്ട് അല്ലാഹു തആല. എന്താണത്? ലാ തസ്ഫിക്കൂന ദിമാഅക്കും. യഹൂദി സമൂഹമേ, നിങ്ങൾ എന്ത് ചെയ്യരുത്? ലാ തസ്ഫിക്കൂന, നിങ്ങൾ ചിന്തരുത്. സഫ്കുദ്ദിമ, രക്തം ചിന്തുക. അൽബക്കറുടെ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അത് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മലക്കുകൾ അള്ളാഹിനോട് ചോദിക്കുന്നു, അല്ലേ, എന്തിനാണ് നീ മനുഷ്യന്മാരുണ്ടാക്കുന്നത്, ഭൂമിയിലേക്ക് കുഴപ്പമുണ്ടാക്കുന്ന രക്തം ചിന്തുന്ന ആൾക്കാർ? അവിടെയും ഈ പദം വന്നതാണ്. ലാ തസ്ഫിക്കൂന ദിമാഅക്കും, നിങ്ങൾ രക്തം ചിന്തരുത് എന്ന്. നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യരുത്? അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം ചിന്തരുത്. വലാ തുഖ്രിജൂന അൻഫുസക്കും മിൻ ദിയാരിക്കും. ഇതെടുത്തല്ലേ ഈ ആയത്ത്, അല്ലേ? വലാ തുഖ്രിജൂന അൻഫുസക്കും മിൻ ദിയാരിക്കും. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യരുത്? പുറത്താക്കരുത്. നിങ്ങൾ രക്തം ചിന്തരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ നടത്തിയിട്ട് പരസ്പരം കൊല്ലരുത്. അതുപോലെ നിങ്ങൾ തന്നെ നിങ്ങൾ ഒരു സമൂഹ, ഒരു മതത്തിൻ്റെ അനുയായികളാണ്. ആ മതത്തിൻ്റെ അനുയായികളിൽ തന്നെ ഇതേ ടീം താമസിക്കുന്ന വീടുകളിൽ നിന്ന് ഇതേ ടീം തന്നെ എന്ത് ചെയ്യുക? പുറത്താക്കുക. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇത് അല്ലാഹു തആല ജൂതരോട് വാങ്ങിയ കരാറാണ്. ആ കരാറ് സുമ്മ അഖറർത്തും, പിന്നെ നിങ്ങൾ ആ കരാർ അംഗീകരിച്ചു. എങ്ങനെ? അൻതും തഷ്ഹദൂൻ, നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട്. അഥവാ ഞങ്ങൾ ഓക്കെയാണ്. ഇപ്പം നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമേ ഉള്ളതിന് ഞാൻ സാക്ഷിയാണ്. ഇതുപോലത്തെ സാക്ഷ്യം വഹിച്ചിട്ട് ജൂതർ പറഞ്ഞു, പഠിച്ചവനോട് പറഞ്ഞതാണ് ഈ കരാറ്. ജൂതന്മാർ സമ്മതിച്ചതാണ്. എന്ത്? ഞങ്ങൾ തമ്മിൽ എന്ത് ചെയ്യൂല? കൊല്ലൂല. ഞങ്ങൾ തമ്മിൽ വീടുകളിൽ നിന്ന് പുറത്താക്കൂല. ഇത് ജൂതർ നമ്മൾ പഠിച്ചല്ലോ, ജൂതന്മാർ ചെയ്യൂല എന്ന് ഉറപ്പ് കൊടുത്തൊരു കാര്യമാണ്. അള്ളാഹിനോടൊരു കരാറ് കൊടുത്തു. ഈ കരാറ് കൊടുത്ത അതേ ജൂതൻ്റെ സ്വഭാവം തൊട്ടടുത്ത ആയത്തിലോ സുമ്മ അൻതും അള്ളാഹ് പറയാം. ജൂതൻ്റെ കാര്യം എന്താ? സുമ്മ അൻതും, പിന്നീടതാ നിങ്ങൾ. ഇവരുറപ്പാണ് ഞങ്ങളിതൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ ഈ ആളുകൾ. സുമ്മ അൻതും, പിന്നീട് നിങ്ങൾ. ഹാ ഉലായി, ഈ ആളുകൾ, ഈ കൂട്ടറതാ തഖ്തുലൂന അൻഫുസക്കും, എന്താ ചെയ്തത്? നിങ്ങളെ തന്നെ കൊന്നു. വതുഖ്രിജൂന, നിങ്ങൾ പുറത്താക്കി. ഫരീഖം മിൻകും, അഥവാ നിങ്ങളിൽ നിന്നുള്ള ഒരു ടീമിനെ നിങ്ങൾ പുറത്താക്കി. മിൻ ദിയാരിഹിം, അവരുടെ വീട്ടിൽ നിന്ന്. അല്ല എന്തായിരുന്നു കരാറ് വാങ്ങിയത്? നിങ്ങളെ തന്നെ കൊല്ലരുത്, പരസ്പരം കലഹിച്ച് കൊലപാതകങ്ങൾ യുദ്ധം ചെയ്യരുത്. രണ്ടാമത്തെ കരാർ എന്തായിരുന്നു? നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ തന്നെ പുറത്താക്കരുത്. ഇത് രണ്ടും ജൂതൻ ചെയ്തു, പെട്ടെന്ന് തന്നെ ചെയ്തു, അല്ലേ? എന്നിട്ടോ തലാഹറൂന അലൈഹിം, ഈ പുറത്താക്കുമ്പോൾ ഇവർക്ക് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. തലാഹറൂന അലൈഹിം, അവർ ഒരു പിന്തുണ, തലാഹറൂന അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നു. എങ്ങനെ? അലൈഹിം, അവർക്കെതിരെ. ഒരു ടീമിനെ പുറത്താക്കുമല്ലോ, ബിൽ ഇസ്മി, കുറ്റം കൊണ്ടും, വൽ ഉദ്വാൻ, അക്രമം കൊണ്ടും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ കാര്യമായതുകൊണ്ടാണ് ഖുർആൻ ഈ വിഷയം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മദീനത്തേക്ക് ഹിജ്റ പോകുമെന്ന് നേരത്തെ കൂട്ടി തൗറാത്ത് വായിച്ച ജൂതർക്കറിയായിരുന്നു. അഥവാ തൗറാത്തിലുണ്ട് ഇങ്ങനൊരു നബി വരാനുണ്ട്, ഈത്തപ്പനത്തോട്ടങ്ങളും അരുവികളുമൊക്കെ ഉണ്ടാകുന്ന മദീന എന്ന് പറയുന്ന ഭാഗത്തേക്ക് ആ റസൂൽ ഹിജ്റ പോകും. ആ ഹിജ്റ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഇസ്ലാമിൻ്റെ കേന്ദ്രം എന്ന് തൗറാത്ത് പഠിച്ച ജൂതർക്കറിയാം. അങ്ങനെയാണ് ഫലസ്തീനിൽ നിന്ന് ചില ജൂത കുടുംബം 3 ടീം എവിടത്തേക്ക് വന്ന് താമസിക്കുന്നത്? മദീനത്തേക്ക് വന്ന് താമസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റേൻ്റെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു അല്ലാഹ്. ആ ഹിജ്റയുടെ ഒരു സ്വപ്നം കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു,
ഞാൻ ഇന്ന ഭാഗത്തേക്ക് ഹിജ്റ പോകാൻ വേണ്ടി, അതാണ് എനിക്ക് തോന്നുന്നു, ആ റിയാദിലെ അൽ ഖർജ് അഥവാ അവിടെ ഈത്തപ്പന തോട്ടങ്ങളും ഈ അരുവികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അൽ ഖർജ്. ആ ഭാഗമാണെന്നാണ് റസൂലുള്ള ആദ്യം വിചാരിച്ചത് ഹിജ്റക്ക് പോകേണ്ടത്. പിന്നെ റസൂലുള്ളാഹിക്ക് ശരിക്കും ഈ ത്വാബ എന്ന് പറയുന്ന മദീനയെക്കുറിച്ച് ശരിക്കും അത് കാണിച്ചു കൊടുത്തു. ഹിജ്റ പോകേണ്ടത് ഇന്ന ഭാഗത്തേക്കാണ്. അതുവരെ റസൂലുള്ള വിചാരിക്കുന്നത് ഈ റിയാദ് ഭാഗത്തേക്കായിരുന്നു ഹിജ്റ പോകേണ്ടി വരുന്നത്. വേറൊരു സ്ഥലം കൂടി ഇതുപോലെ തന്നെ ഹദീസുകളിൽ കാണുന്നുണ്ട്. എന്നുവെച്ച് ഇത് അറിയുന്ന ജൂതൻ നേരത്തെ കൂട്ടി എങ്ങോട്ടേക്ക് താമസം മാറ്റിയിട്ടുണ്ട്? മദീനത്തേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില ടീമുണ്ടായിരുന്നു അല്ലേ. മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ എത്തുന്നത് പിന്നെ മിനയിലെ ടെൻറ്റുകളിൽ നിന്ന് ദഅവത്ത് നടത്തിയിട്ട് അവിടെ നിന്നാണ് ഈ ഇസ്ലാമിക ദഅവത്ത് മദീനയിലേക്ക് എത്തുന്നതും അവിടത്തേക്ക് റസൂലുള്ളാഹിക്ക് ഹിജ്റക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാകുന്നതും. അങ്ങനെ മദീനത്തെത്തിയപ്പോൾ ഔസ് ഖസർജ് എന്ന് പറയുന്ന അറബി ഗോത്രങ്ങളുണ്ട്. അവർ മുശ്രിക്കാണ്. ഇതുപോലെ അവിടെ 3 ജൂത ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? കുറേ നിങ്ങൾ കേട്ട് പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചില്ലേ? ബനു നളീർ, പിന്നെയോ ബനു ഖുറൈള, ബനു ഖൈനുഖ. ഈ 3 ഗോത്രങ്ങളും അവിടെ ജൂത ഗോത്രങ്ങളും എവിടെ തന്നെ ഉണ്ടായിരുന്നു? മദീനയിലുണ്ടായിരുന്നു. ഇവരെ സ്വഭാവം ഇസ്ലാമിൻ്റെ ഏത് സമയത്തും ഈ ഔസും ഖസറജും അല്ലേ, പിന്നെ ഒരു കുതിരയുടെ പന്തയ മത്സരം നടന്നതിൻ്റെ പേരിലാണ് 40 കൊല്ലത്തിൻ്റെ മുകളിൽ ഈ ഔസും ഖസറജും യുദ്ധം നടക്കുന്നത്. ഒരു അറബിയുടെ ഒട്ടകം വെള്ളം കുടിക്കുന്ന തടാകത്തു നിന്ന് മറ്റേ അറബിൻ്റെ ഒട്ടകം വെള്ളം കുടിച്ചു പോയാലാണ് അതിൻ്റെ പേരിൽ കാലങ്ങളോടെ യുദ്ധം ചെയ്യുന്നത്. ഈ യുദ്ധം ശരിക്കും ഉണ്ടാകാനൊരു കാരണമുണ്ട്. ഈ അറബി ഗോത്രങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ഇത്രയും നീണ്ടു നിൽക്കാനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാരണം ഈ 3 ജൂത ഗോത്രങ്ങളില്ലേ, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ 3 ജൂതന്മാരും ഒരേ ആദർശക്കാരും ഒരേ ടീമാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർ 2 ടീമായി നിൽക്കും. എന്നിട്ട് ഔസിൻ്റെ കൂടെ ഒരു വിഭാഗം നിൽക്കും. അപ്പോൾ അഥവാ ഈ ബനു ഖൈനുഖാവും ബനു നളീറും ഖസറജിൻ്റെ കൂടെ ആയിരിക്കും നിൽക്കുക യുദ്ധം നടക്കുമ്പോൾ. അതുപോലെ തന്നെ ബനു ഖുറൈള ഔസിൻ്റെ കൂടെ നിൽക്കും. എന്നിട്ട് ഈ ജൂതരാണ് ഈ യുദ്ധം നിയന്ത്രിക്കുക. ഇന്നും ലോകത്തെന്താ സംഭവിക്കുന്നത് അല്ലേ? എവിടെയെങ്കിലും ജൂതൻ നേരിട്ടൊന്നും യുദ്ധം ചെയ്യുന്നില്ല. ഇന്ന് ഒരു 4-കിട പ്രോഗ്രാമാണ് ഇന്ന്. പണ്ട് ജൂതന്മാർക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക ശത്രുക്കൾ സയനിസ്റ്റുകൾക്ക് ഒരു മുസ്ലിം രാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഏത് നാട് ആക്രമിച്ചു കഴിഞ്ഞാലും ഒരുപാട് മുസ്ലിങ്ങളെ കൊല്ലുന്നതിൻ്റെ കൂടെ ഒരുപാട് ശവങ്ങൾ ഏറ്റുവാങ്ങി കൊണ്ടുപോകേണ്ട ഗതികേടുണ്ടായിരുന്നു പണ്ട്. ഇന്നതില്ല അവർക്ക്. ഇന്ന് അവരായുധമുണ്ടാക്കും, ആ ആയുധം അവരൊരു വില വെക്കും, ആ വില വെച്ചിട്ട് ഒരു രാജ്യത്തെ തകർക്കാൻ വേറെ രാജ്യം വാങ്ങും, ഒരു മുസ്ലിമിനെ തകർക്കാൻ വേറെ മുസ്ലിം ആയുധം വാങ്ങും. ജൂതൻ്റെ ആയുധ കച്ചവടം നടക്കുന്ന ഇവർ മുസ്ലിങ്ങളെ കൊല്ലുന്നതിന് പകരം ഒരു മുസ്ലിം രാജ്യം അല്ലെങ്കിൽ ഒരു മുസ്ലിം ടീം വേറെ നാട്ടിലേക്ക് പോയിട്ട് അവരെ കൊല്ലുന്നു. ജൂതൻ എന്തേ പണ്ടെന്നെ വേണ്ടു? നമ്മൾ നശിക്കണം. പണ്ട് ഇവർ വരുമായിരുന്നു, തിരിച്ചടി കിട്ടിയായിരുന്നു, 10 ശവമെങ്കിലും ഏറ്റു കൊണ്ടുപോയിരുന്നു. ഇന്നത് വേണ്ട. ഒരു പദ്ധതി ഇട്ടതാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ പദ്ധതിയാണ്. ഇങ്ങനെ ഒരു ഗതികേട് ജൂതനുണ്ടാകരുത്, ഇങ്ങനൊരു ഗതികേട് ഇവർക്കുണ്ടാകരുത്. ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുക. അത് ഇന്ന് ലോകത്ത് നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇവർ ലോക മുസ്ലിങ്ങൾക്കിടയിൽ ഈ സുന്നി ഷിയ എന്നീ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഇത് ഓൾറെഡി ഉണ്ട്. ഇതിനെ എപ്പോഴും ശത്രുവാക്കി തിരിക്കുന്നു. ഈ സുന്നി ഗ്രൂപ്പുകളിൽ തന്നെ സലഫി, സൂഫി എന്ന് പറഞ്ഞിട്ട് സൂഫികളെ മുസ്ലിങ്ങളുടെ സിമ്പലായിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയും അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന, അഥവാ ഒരു നിലക്കും അള്ളാഹിൽ പങ്കുചേർക്കരുത് എന്ന് പറയുന്ന സലഫി സമൂഹത്തെ ലോകത്ത് ഭീകരവാദിയാക്കി ചിത്രീകരിക്കുകയും ചെയ്തിട്ട് അള്ളാഹുവിനെ കാണുന്നത് പോലെ തോന്നിയതുപോലെ ജീവിക്കുന്ന സൂഫികൾ, അതാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതും ഈ തന്ത്രം തന്നെയാണ്. ഇത് കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഔസ് ഖസറജ് തമ്മിലുള്ള അറബി ഗോത്രങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ഇത്രത്തോളം ആ യുദ്ധത്തിന് മൂർച്ചയുണ്ടാകാൻ കാരണം ആരായിരുന്നു? ഈ ജൂതരായിരുന്നു. 2 ടീമിനും ജൂതരുണ്ട്. അതുകൊണ്ടല്ലേ ഒരിക്കലും മദീനത്തെ പള്ളിയിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഔസുകാർ മുസ്ലിമായി, ഖസറജുകാർ മുസ്ലിമായി, എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ചിരിക്കുന്നു, സംസാരിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. അപ്പോഴാണ് ഒരു ജൂതൻ പറഞ്ഞത്, ഇത് സഹിക്കാൻ വേണ്ടി വയ്യാത്തപ്പോൾ അവിടെ പോയിട്ട് പാട്ടുപാട്. ഔസും ഖസറജും അവസാനം ചെയ്ത യുദ്ധത്തെക്കുറിച്ച് പാട്ടുപാട്. ഒരാൾ വിട്ട് പാട്ട് പാടിച്ചു. ആ പാട്ട് പാടിയപ്പോഴത്തേക്ക് ഔസുകാരനും, അറബികളല്ലേ, പെട്ടെന്ന് ഞരമ്പിൽ സാധനം കയറും.
ഈ പാട്ട് ഈ 2 വരി പാട്ടാണ് പാടിയത് ഇവർ ചെയ്ത യുദ്ധത്തിൽ മരിച്ച ആൾക്കാരെ പറ്റിയൊക്കെ. അപ്പോഴാണ് വാളെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ നിങ്ങളിലുണ്ടായിരിക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യോ എന്ന് ചോദിച്ച് റസൂലുള്ളാഹിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടായി. ഇതാണ് ആര് ചെയ്യുന്നത്? ജൂതൻ ചെയ്യുന്നത്. ഇതാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ പരസ്പരം കൊല്ലൂല എന്നൊക്കെ കരാറ് വന്നതാ, വീട്ടിൽ നിന്ന് പുറത്താക്കൂല എന്നൊക്കെ പറഞ്ഞതാ. പക്ഷേ ഇവർ ജൂതരിൽ ഒരു ടീം ഔസിൻ്റെ കൂടെയും മറു ടീം ഖസ്റജിൻ്റെ കൂടെയും നിൽക്കുമ്പോൾ പൊരിഞ്ഞ യുദ്ധമായിരിക്കും. ഇപ്പോൾ ഈ അപ്പുറത്തെ ജൂതനെ ഇപ്പുറത്തെ ജൂതൻ കൊല്ലും, ഈ ജൂതനെ അവനും കൊല്ലും, അവരെ വീട്ടിൽ നിന്ന് ഇവർ പുറത്താക്കും, ഇവരെ വീട്ടിൽ നിന്ന് അവരും പുറത്താക്കും, പിടിച്ചു ബന്ദികളാക്കും. ശരിക്കും തൗറാത്തിൻ്റെ നിയമപ്രകാരം ഇവരെന്ത് ചെയ്യാൻ പാടില്ല? കൊല്ലരുതായിരുന്നു. തൗറാത്തിൻ്റെ നിയമം ഇവർ ഞങ്ങൾ ജൂതരാണ് സത്യസന്ധരാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ ഇവർ ശരിക്കും ഇവരെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? പുറത്താക്കാൻ പാടില്ലായിരുന്നു. അതവർ സാക്ഷ്യം വഹിച്ചതാ ചെയ്യൂല എന്ന്. അങ്ങനെ നിങ്ങളിൽപ്പെട്ടൊരു ടീമിനെ നിങ്ങൾ എന്ത് ചെയ്തു? അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ആ പുറത്താക്കുന്ന സമയത്ത് തലാഹറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ, അവർക്കെതിരെ നിങ്ങളൊരു പിന്തുണ പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? അക്രമം കൊണ്ടും തിന്മ കൊണ്ടും. വഇയതൂക്കും, ഇതാ ഒരു അത്ഭുതം. ഇനി ഈ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരെ പിടിച്ച് ബന്ദികളാക്കുമല്ലോ യുദ്ധം നടന്നു കഴിഞ്ഞാൽ. വഇയതൂക്കും ഉസാറ, അങ്ങനെ അവർ തടവുകാരായിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ, അഥവാ ബനു ഖൈനുഖാവും ബനു ഖുറൈള അതുപോലെ തന്നെ ബനു നളീർ, ഈ 3 ജൂതഗോത്രങ്ങളാണ് 2 ടീമായി തിരിഞ്ഞിട്ട് ഔസിൻ്റെ ഖസ്റജിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത്. എന്നിട്ട് യുദ്ധം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാരെ പിടിച്ച് ബന്ദികളാക്കും. ആ ബന്ദികൾ ഈ ജൂതൻ്റെ സമീപത്തേക്ക് വന്നാൽ തുഫാദൂഹും, അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? മോചനദ്രവ്യം നൽകുന്നു. മനസ്സിലായോ എന്താണ് ഉദ്ദേശിക്കുന്നത്? മനസ്സിലായോ? ഈ ജൂതന്മാർ തന്നെയായിരിക്കും മറ്റേ ജൂതരെ പിടിച്ച് കൊന്നതും അതിൽ കുറേ ആൾക്കാരെ പിടിച്ച് ബന്ദികളാക്കുന്നതും, അല്ലേ? ഈ ബന്ദികളാക്കപ്പെട്ട ജൂതന്മാർ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തടവുന്ന് മോചിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പൈസ കൊടുക്കേണ്ടി വരുമല്ലോ. ഈ പൈസ ആരെന്നെയാണ് കൊടുക്കുക? ഇവരാരാണോ പിടിച്ച് ബന്ദികളാക്കിയത് ഓരെന്നെ പൈസ വിരിച്ചിട്ട് കൊടുക്കും. ഇതാണ് ജൂതൻ്റെ സ്വഭാവം. ഇത് 85-ാമത്തെ ആയത്ത്. 84-ാമത്തെ ആയത്തിൽ ഇത് 2 പേർക്ക് പാടില്ലായിരുന്നു, അല്ലേ? എന്നിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പിന്നെ ഇതാ വഹുവ മുഹറമുൻ അലൈക്കും, വഹുവ മുഹറമുൻ അലൈക്കും, അത് നിങ്ങൾക്ക് മേൽ ഹറാമായിരുന്നു. എന്ത്? ഇഖ്റാജുഹും, അവരെ പുറത്താക്കൽ. അവരെ പുറത്താക്കൽ നിങ്ങൾക്ക് നിഷിദ്ധ. നിങ്ങളോട് അള്ളാഹ് വാങ്ങിയൊരു കരാറാ, വീട്ടിൽ നിന്ന് പുറത്താക്കരുത്, നിങ്ങൾ ഒറ്റ സമൂഹ. അതുപോലെ തന്നെ അവരെ കൊല്ലരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും കലഹുണ്ടാകരുത്, വാങ്ങിയ കരാറാ, നിങ്ങൾ അംഗീകരിച്ചതാ. ജൂതനോട് ചോദിക്കും, നിങ്ങളെന്താ പിന്നെ ഇങ്ങനെ കൊലപാതകം ചെയ്യുന്നത്? അപ്പോൾ ജൂത ആദ്യം വലിയ ന്യായം പറയും. ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ കാണാം, ഞങ്ങൾക്ക് അള്ളാഹു ഞങ്ങളിൽ നിന്ന് വാങ്ങിയൊരു കരാറാണ്, എന്ത് കൊല്ലരുത്, അതുപോലെ തന്നെ മോചനദ്രവ്യം എപ്പോഴും കൊടുക്കുകയൊക്കെ വേണം, കരാറാ. അപ്പോൾ ചോദിക്കും, പിന്നെ നിങ്ങളെന്തിനാ കൊന്ന്? അപ്പം ജൂതൻ്റെ ന്യായം, ഞങ്ങൾ ഈ ഔസിനോടും ഖസ്റജിനോടും ഞങ്ങൾ പരസ്പരം നിൽക്കുമ്പോൾ ഓരോരു കരാറ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അത് ഞങ്ങൾ നിൻ്റെ ഭാഗത്താന്ന് പറയുമ്പോൾ യുദ്ധം തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾക്ക് കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഔസിൻ്റെ ഭാഗത്തിൽ സഖ്യകക്ഷിയായി ചേരുകയാണെങ്കിൽ ആ കക്ഷിക്ക് വേണ്ടി ഞങ്ങളൊക്കെ ചെയ്യും. ആ ചെയ്യും എന്ന് പറയുന്നത് ശരിക്കും തൗറാത്തിനെതിരാണോ തൗറാത്തിന് അനുകൂലമാണോ? എതിരല്ലേ? ഓരോ മതഗ്രന്ഥത്തിനെതിരാ. ഞാൻ ആ പറഞ്ഞ പോയിനോട് നോട്ട് ചെയ്യണം. അഥവാ ഇവർ ഒരു ജൂത സമൂഹത്തെ തന്നെ കൊല്ലരുത് എന്ന്, കൊല്ലൂല എന്ന് അള്ളാഹിനോട് കരാറ് കൊടുക്കുകയും ഈ ഔസിനോടും ഖസ്റജിനോടും കക്ഷികളായി ചേർന്നപ്പോഴേക്ക് ഈ കരാറ് മറന്നിട്ട് പരസ്പരം കൊല്ലുന്നു, പുറത്താക്കുന്നു. അപ്പോൾ ചോദിക്കും, പിന്നെ നിങ്ങളിതൊക്കെ നിങ്ങൾക്ക് തൗറാത്തിൽ നിഷിദ്ധമാണെങ്കിൽ നിങ്ങളിതെന്തിനാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് നാണാണ്. ഒരു ടീമിനോട് നിങ്ങളെ ഞങ്ങൾ സഹായിക്കുമെന്ന് പറയും, നിങ്ങൾ ഒന്നാന്ന് പറയും. അപ്പോൾ മറുചേരിയിൽ ഞങ്ങൾ ജൂതൻ തന്നെയാണെങ്കിൽ ഞങ്ങൾ കൊല്ലും. അത് ഞങ്ങൾക്ക് നാണക്കേടല്ലെങ്കിൽ. എന്നാൽ ഞങ്ങൾക്ക് നിർബന്ധമാണ്, ഒരു ജൂതൻ തടവിലാക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? മോചിപ്പിക്കണം. ഇവരെന്നെ കൊല്ലുകയും ചെയ്യുന്നു, ഇവരെന്നെ പുറത്താക്കുന്നു, ഇവരെന്നെ എന്ത് ചെയ്യുന്നു? മോചനദ്രവ്യം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം അള്ളാഹ് പറയാണ്, നിങ്ങൾ ഇപ്പണിയെന്തിനെടുക്കുന്നത്? വഹുവ മുഹറമു അലൈക്കും ഇഖ്റാജുഹും, അവരെ പുറത്താക്കൽ നിങ്ങൾക്ക് നിഷിദ്ധ. എന്നിട്ട് അള്ളാഹ് പറയുക, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ ഭാഗം നോട്ട് ചെയ്യണം. അഫതുമിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. അഫതുമിനൂന, നിങ്ങൾ
വേദഗ്രന്ഥത്തിൻ്റെ ചില ഭാഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണോ? മോചനദ്രവ്യം കൊടുക്കുക എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ഓക്കെ ചെയ്ത് അല്ലേ? വതക്ഫുറൂന ബിബഅദ്. അല്ല ചോദിക്കുക, വേദഗ്രന്ഥത്തിൻ്റെ ചില ഭാഗങ്ങളെ നിങ്ങൾ നിഷേധിക്കുകയാണോ? കൊല്ലരുത് എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ പരിഗണിച്ചിട്ടില്ല, പുറത്താക്കരുത് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ പരിഗണിച്ചിട്ടില്ല. എന്നാൽ ഇവരെ കൊന്നു, കുറേ ആൾക്കാരെ പിടിച്ച് ബന്ദിയാക്കി അവരെ മോചിപ്പിക്കാൻ മോചനദ്രവ്യം ആരാ കൊടുക്കുന്നത്? നിങ്ങൾ. ഇതൊക്കെ പറഞ്ഞ തൗറാത്തിലാണ്. കൊല്ലരുത്, നിങ്ങളതിനെ നിഷേധിച്ചു. പുറത്താക്കരുത്, നിഷേധിച്ചു. മോചനദ്രവ്യം കൊടുക്കണമെന്ന് തൗറാത്ത് പഠിപ്പിച്ചു, അത് നിങ്ങൾ എന്ത് ചെയ്തു? അപ്പം അള്ള ചോദിക്കുകയാണ്, ഒരേ വേദഗ്രന്ഥത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ സ്വീകരിക്കുന്നു, തോന്നിയത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? തള്ളിക്കളയുന്നു. ജൂതൻ ലോകത്ത് ശപിക്കപ്പെടാനും, ജൂതൻ ഒരു യഹൂദി ലോകത്ത് നമ്മുടെ നാവിന്ന് ലഅനത്തുള്ള പറയാനും കാരണമായ ഒരു തെറ്റാണ്. വേദഗ്രന്ഥത്തിലെ ചിലത് എന്ത് ചെയ്യുക? സ്വീകരിക്കുക, ചിലത് തള്ളിക്കളയുക. നമ്മൾ ജൂതൻ്റെ മോശം പറയാൻ വേണ്ടിയിട്ടല്ല ഈ ആയത്തിൽ പോകുന്നത്, അതിനു വേണ്ടി മാത്രമല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഒതുമ്പോൾ നമ്മളോട് ചോദിച്ചോ, ഖുർആനിൻ്റെ ചില ഭാഗങ്ങൾ വേദഗ്രന്ഥം, നമ്മുടെ വേദഗ്രന്ഥം ഏതാണ്? ഖുർആൻ. ഇതിൻ്റെ ചില ഭാഗം നമ്മൾ വിശ്വസിക്കുന്നു, ചില ഭാഗം നമുക്ക് വേണ്ട. എനിക്ക് മനസ്സിനും എൻ്റെ ജീവിതത്തിനും എൻ്റെ കച്ചവടത്തിനും എൻ്റെ കുടുംബത്തിനൊന്നും എതിരില്ലാത്തതൊക്കെ നമ്മൾ വല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നു. എനിക്കെങ്ങാനും തടിക്ക് ബാധിക്കുന്ന ഒരു നിയമം വന്നാൽ നമ്മൾ എന്ത് ചെയ്യൂല? അതെടുക്കൂല. ഇതാരെ സ്വഭാവമാണ്? ഇത് ജൂതൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ നോക്കിയേ, കുറേ ഉദാഹരണം നമുക്കറിയാൻ പറ്റും അല്ലേ? പിന്നെ ചില ആൾക്കാർ പിന്നെ പലിശയുമായി ബന്ധപ്പെട്ട വിഷയം, ഇയാൾക്ക് ഒരുപാട് പിന്നെ ബാങ്കിലൊക്കെ അക്കൗണ്ട് ഉണ്ടാകും, പലിശ ഒരുപാട് ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ നല്ല നിസ്കാരക്കാരനായിരിക്കും, നല്ല ദാനം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇയാൾക്ക് ഈ പലിശയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അയാൾ തകരാറാണ്, അത് അയാൾക്ക് പറ്റൂല. വേറെ ചില ആളുകൾ അല്ലേ, പിന്നെ നിസ്കാരം ഉണ്ടാവില്ല അല്ലേ, പിന്നെ ഭയങ്കര ഭക്തിയിലായിരിക്കും, പഠിച്ചോനെ പേടിച്ച് പഠിച്ചിട്ട് നിസ്കരിക്കാത്ത ആൾക്കാർ അല്ലേ. വേറെ ചില ആൾക്കാർ പിന്നെ എല്ലാ ഇബാദത്തും ഉണ്ടാവും, അയാൾ നോമ്പെടുക്കും, നിസ്കരിക്കും, ഒക്കെ ചെയ്യും. പിന്നെ അയാളെ വലിച്ചു കെട്ടിയാൽ പോലും ഒരു 5 പൈസ സദക്ക അയാൾ കൊടുക്കൂല, സക്കാത്ത് അയാൾ കൊടുക്കൂല. കാരണം എന്താ? സക്കാത്ത് അയാൾക്ക് സാമ്പത്തികത്തിന് ബാധിക്കുന്ന, അതയാൾ നിസ്കാരം ഇഷ്ടം പോലെ അയാൾ ചെയ്തത്, കാരണം അതിന് അയാൾ ഒരു റിയാൽ പോകുന്നില്ല. ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിനോട് ചോദിച്ചു നോക്കിയേ, ഇത് കേൾക്കുന്ന സദസ്സിലിരിക്കുന്ന എത്ര ആൾക്കാർ സക്കാത്ത് നിർബന്ധമുള്ള ആൾക്കാരുണ്ടായിട്ട് എത്ര ആൾക്കാർ കൊടുത്തിട്ടുണ്ടാവും? എത്ര സ്ത്രീകൾ ആഭരണം ധരിച്ചിട്ട് ആ ആഭരണത്തിന് സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്ന എത്ര സ്ത്രീകളുണ്ടാവും? അതൊന്നും ഞാനില്ല, എനിക്ക് 100 റിയാൽ കടയുണ്ട് അല്ലേ, എനിക്ക് 500 റിയാൽ കടയുണ്ട് അല്ലേ, 50,000 റിയാലിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവും എവിടെയെങ്കിലും, അതിന് 500 റിയാൽ കടാക്കി അടച്ചേക്കും. കടം കഴിഞ്ഞിട്ട് കടമൊക്കെ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം, അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കുള്ളൂ അല്ലേ. എന്താ സൗദി അറേബ്യയിൽ 10 കൊല്ലം 15 കൊല്ലം നിന്നിട്ട് ഹജ്ജിന് പോകാത്ത എന്താ അല്ലേ? എനിക്ക് 8 വയസ്സുള്ള മോളുണ്ട്, ഓളെ കെട്ടിച്ചിട്ട് എല്ലാ ബാധ്യതയും തീർത്തിട്ട് കഫം പുടവ വാങ്ങിച്ചിട്ട് ഹജ്ജിന് എന്താ തയ്യാറായിരിക്കുന്നത്. ഇപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ അല്ലേ? നമുക്ക് നിർബന്ധമില്ലേ ഹജ്ജിന്? എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. ഹജ്ജിന് ഇബ്രാഹിം നബീൻ്റെ വിളി വന്നിട്ടില്ല, വിളിക്കാനായിട്ടില്ല, നമ്മൾ തീരുമാനിച്ചിട്ടില്ല അല്ലേ? ഈ ആളുകളുണ്ട്. അതാ അള്ളാഹ് ചോദിക്കുന്നത്. തോന്നിയത് നിങ്ങൾ വിശ്വസിക്കുക, തോന്നിയാത്തത് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ തള്ളിക്കളയുക അല്ലേ? ഒരാണ് വേഷത്തിൽ നോക്കി നിങ്ങൾ 100% എല്ലാവർക്കും ഉറപ്പാണ്. പല വിഷയത്തിലും മതസംഘടനകൾ തമ്മിൽ തർക്കമുണ്ട്, എല്ലാവർക്കും ഉറപ്പില്ല. നെര്യാണിക്ക് താഴെ ആണിൻ്റെ വസ്ത്രം പോയാൽ നരകത്തിലാന്ന് ആർക്കും തർക്കമില്ല, ഒരു സംഘടനക്കും തർക്കമില്ലല്ലോ. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും യോജിക്കുന്നുണ്ടല്ലോ. എന്തിലാണ് യോജിക്കുന്നത്? ആ ഭാഗം നരകത്തിലാണെന്നാണ് യോജിക്കുന്നത്. നരകത്തിൽ, കത്തിജ്ജലിക്കുന്ന നരകത്തിലാണ്. എന്നിട്ടെന്താ നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്തത്? അള്ളാഹ് ചോദിക്കുന്നു, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ്, എന്താ കുറച്ചിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുന്നത്? വതക്ഫുറൂന ബിബഅദ്, എന്താ കുറച്ച് നിങ്ങൾ നിഷേധിക്കുന്നത് അല്ലേ? അപ്പോൾ പറയും തഖ്വ പിന്നെ ഈ വസ്ത്രത്തിലൊന്നല്ല, തഖ്വ അത് ഹൃദയത്തിലാണ്, അത് പിന്നെ കൽബിലേക്ക് അള്ളാഹ് നോക്കുകയെന്നറിയും അല്ലേ? ഈ കൽബിൽ ഈമാൻ ഇല്ലാത്തതുകൊണ്ടല്ലേ വസ്ത്രം തന്നെയാണ് താഴെ പോകുന്നത്. ഓനിക്കൊരു ഈമാനായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുക. ഈ ഈമാൻ അള്ളാണ്ട് അംഗീകരിക്കണം അല്ലേ? ചില ആൾക്കാർക്ക് കൽബിൻ്റെ ഉള്ളിലുണ്ട്, പുറത്തില്ല. ചില ആൾക്കാർക്ക് ഭയങ്കര പുറത്തുണ്ട്, പേൻ്റെ നെരിയാണിക്ക് മുകളിലാണ്, താടി ഉണ്ടാവും, എല്ലാ സുന്നത്തൊക്കെ ഉണ്ടാവും. കൽബോ ഒരാളോടൊരക്ഷരം നല്ല വർത്താനവും പറയൂല, ഒരാളോട് നല്ല സ്വഭാവത്തിൽ സംസാരിക്കൂല. ഞാനാണ് കിബിർ അല്ലേ, സലാമോ പറയൂല, ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൂല. വസ്ത്രത്തിലോനോക്കെയാ, വേഷത്തിലോനോക്കെയാ,
അവൻ്റെ ശരീരഘടനയിൽ ഇസ്ലാമുണ്ട്, പക്ഷെ അവൻ്റെ കൽബിലില്ല. ചില ആൾക്കാർക്ക് കൽബിലുണ്ട്, പുറത്തില്ല. രണ്ടും ഉണ്ടാക്കണം. നമ്മളെപ്പോഴും പഠിച്ചോ, എനിക്ക് തോന്നിയ ആയത്തൊക്കെ ഞാൻ സ്വീകരിക്കുന്നു, എനിക്ക് തോന്നിയ ഹദീസൊക്കെ ഞാൻ സ്വീകരിക്കുന്നു, എനിക്ക് തോന്നാത്ത ഹദീസൊക്കെ ഞാൻ തള്ളിക്കളയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എനിക്ക് ഉറപ്പാണ്, പക്ഷെ എനിക്ക് പറ്റൂല. ഇത് ജൂതൻ നശിപ്പിക്കപ്പെടാനും ജൂതൻ നശിക്കട്ടെ എന്ന് റസൂൽ പ്രാർത്ഥിച്ചുവെങ്കിൽ ആ ജൂതൻ്റെ മാർഗത്തിൽ എന്നെ ചേർക്കല്ലേ എന്ന് നമ്മളും പറയുന്നെങ്കിൽ നമ്മളും ജൂതനൊരു വ്യത്യാസവും ഇല്ല. പടച്ചവൻ്റെ നിയമത്തെ ചിലത് നമ്മൾ അംഗീകരിക്കുക, ചിലത് നമ്മൾ തള്ളിക്കളയും ചെയ്യുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ല. ഇങ്ങനെ ചെയ്താൽ നമുക്ക് തോന്നിയതൊക്കെ എടുക്കുക, നമുക്ക് തോന്നിയതൊക്കെ മാറ്റിവെക്കുക എങ്കിൽ അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? അങ്ങനത്തെ ആളുകൾക്ക് ഫമാ ജസാഉ മൻ യഫ്അൽ ദാലിക്, ഫമാ ജസാഉ, പ്രതിഫലമില്ല, മൻ യഫ്അലു ദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഈ പണി ചെയ്താൽ. ഏത് പണി എന്ന് പറഞ്ഞു നോക്കിയേ, ഏതാണ് പണി പറ. കുറച്ചൊക്കെ എടുക്കുക, കുറച്ചൊക്കെ തള്ളുക, തോന്നിയതുപോലെ ജീവിക്കുക, അല്ലേ? അങ്ങനെ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തല്ലാതെയല്ല, ഇല്ല ഖിസിയും ഫിൽ ഹയാത്തി ദുനിയ, ഇല്ല ഖിസി. എത്ര വൃത്തികെട്ട പദാണത്, അല്ലേ? ഇല്ല ഖിസി, ആ അപമാന ദുനിയാവ് തരിക. ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൽ നിങ്ങൾ ഇസ്ലാമിൻ്റെ പല കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കാത്ത എന്താണെന്നറിയോ? നിങ്ങൾക്ക് ദുനിയാവിൽ നിങ്ങളെ സ്റ്റാറ്റസ് പോകുന്നതിന് പകരം, അല്ലേ? നിങ്ങൾ വലിയ ആളാ, ആ ഇസ്ലാമിലതൊന്നും സ്വീകരിച്ചാൽ അതൊന്നും എനിക്ക് പറ്റൂല, അതിനല്ലേ നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് അള്ളാഹ് അപമാനം തരും ദുനിയാവിൽ. വയൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലോ യുറദ്ദൂന, നിങ്ങൾ അവർ തള്ളപ്പെടും. ഇല അഷദ്ദിൽ അദാബ്, ഇലൽ അദാബി എന്ന് പറഞ്ഞാൽ തന്നെ മതി ശരിക്കും. ഇലൽ അദാബി എന്ന് പറഞ്ഞാൽ എന്താ? ശിക്ഷയിലേക്ക് തള്ളപ്പെടും, അല്ലേ? പക്ഷെ അള്ളാഹ് പറഞ്ഞ വാചകം എന്താ? ഇല അഷദ്ദിൽ അദാബ്. അഷദ്ദിനേക്കാൾ അപ്പുറത്ത് പിന്നെ ഒരു പദയില്ല അറബി ഭാഷയിൽ. ഏറ്റവും കഠിനമായ ശിക്ഷയിലും. ചെയ്ത തെറ്റെന്താ? തോന്നിയതെടുക്കുക, തോന്നിയത് മാറ്റുക. കല്യാണ വീട്ടിൽ ഇസ്ലാം ഉണ്ടാകുന്നില്ല. ചില വീട്ടിൽ ഒരു വീട്ടിൽ കൂടൽ ഇസ്ലാം ഉണ്ടാകുന്നില്ല. ഇസ്ലാം ഉണ്ടാകും, ആ നിക്കാഹ് നടക്കുമുണ്ടാവും, മരിച്ചാൽ ആ മയ്യത്ത് നിസ്കാരത്തിലുണ്ടാവും. ഇവർക്ക് തോന്നിയ ചില ഭാഗമുണ്ട്, അവിടെ മാത്രം ഉണ്ടാകും, അല്ലേ? റമദാൻ അതിൻ്റെ ആദ്യൊരു ആഴ്ച ഇസ്ലാം ഉണ്ടാവും, പിന്നെ ഇങ്ങനെ പോയി പെരുന്നാളോടുകൂടി പിന്നെ അവൻ്റെ ഇസ്ലാം പോയി. പെരുന്നാളിന് ഇസ്ലാം ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലൊക്കെ, അല്ലേ? ഇസ്ലാം ഉണ്ടാകില്ല. റമദാൻ ഇങ്ങ് എത്തിക്കഴിഞ്ഞാൽ പള്ളിയൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചോ, നമ്മളോടൊന്ന് ചോദിച്ചോ, റമദാൻ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ റമദാൻ്റെ ഒന്നാമത്തെ സുബഹിക്ക് നിങ്ങൾ പള്ളിയിൽ പോയി നോക്കിയേ, ആദ്യത്തെ സഫിലെത്തുന്ന പണ്ടത്തെ ആൾക്കാർക്ക് അന്ന് സ്ഥലം കിട്ടില്ല, ഓല് പുറത്തായിരിക്കും. ഒരു പുതിയ ടീം എത്തിയിട്ടുണ്ടാവും, അല്ലേ? ചൊവ്വാലായാലോ ഓലിക്ക് പണ്ടത്തെ പോലെ തന്നെ ആ സ്ഥലമെത്തി. എന്താ അത്? അത്രയേ ഉള്ളൂ. അള്ളാഹ് ചോദിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ ആരും ഇങ്ങനെ നിലക്കുള്ള വിശ്വാസികളാകൂല. ഏതുവരെ? ഞാൻ കൊണ്ടുവന്നതിനോട് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാളും വിശ്വാസിയാവുക. എത്രത്തോളം? ഹത്താ യകൂന ഹവ, അവൻ്റെ ആഗ്രഹങ്ങൾ ഇച്ഛകളാകുന്നത് വരെ, തബഅൻ ലിമാ ജിഅ്തു ബി, ഞാൻ കൊണ്ടുവന്നതിനോട് ഇവൻ്റെ ഇഷ്ടം അങ്ങോട്ട് വരുന്നത് വരെ ആരും മുസ്ലിം ആകൂല. നമ്മൾ പലപ്പോഴും നമ്മളെ ഇഷ്ടത്തോട് ഇസ്ലാമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. നമ്മളൊരു കാര്യം ഇങ്ങോട്ട് തീരുമാനിക്കും, അതിനെ ഇസ്ലാമിൻ്റെ ഫത്വ ഇങ്ങോട്ടുണ്ടാക്കും. അങ്ങനെയല്ല. ഇസ്ലാമിലൊരു ഫത്വ ഉണ്ടെങ്കിൽ അതിനോട് അങ്ങോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്. മ്യൂസിക് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരും മ്യൂസിക്കിന് അഡിക്റ്റായ ആൾക്കാരും ഓനക്ക് വേണ്ടിയിട്ട് ഹദീസുകൾ ഉണ്ടോ നോക്കും, ആയത്തുണ്ടോ നോക്കും, അല്ലേ? അഭിനയിക്കുന്ന ആളുകൾക്ക് ഇബ്രാഹിം നബി അഭിനയിച്ചു പറഞ്ഞിട്ട് ഒരു ടീം അങ്ങനെ ഉണ്ടാക്കി നോക്കും. ഓരോരുത്തർ ഇസ്ലാമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കും. അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്നതിനോട് പൂർണ്ണമായി അങ്ങോട്ട് യോജിക്കുന്നവരെ ഒരാൾ മുസ്ലിം ആവുകയില്ല. അതുകൊണ്ട് അള്ളാഹ് ഖുർആനിലും പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണ്ണമായിട്ട് പ്രവേശിക്കുക. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, വിശ്വസിച്ച ആളുകളെ നിങ്ങൾ വിശ്വസിക്കുക. എങ്ങനെ വിശ്വസിക്കുക? പരിപൂർണ്ണമായിട്ട്. ഇപ്പം അല്ലേ ഇബ്രാഹിം നബിയോട് പറഞ്ഞില്ലേ, അസ്ലിം ഇബ്രാഹിം, നീ മുസ്ലിമാക്. എന്താ ഇബ്രാഹിം നബി പറഞ്ഞത്? ഇബ്രാഹിം നബി അള്ളാഹ് ഇബ്രാഹിം നബിനോട് പറയും നീ മുസ്ലിമാക്. ഇബ്രാഹിം നബി പ്രശ്നം ഉണ്ടാക്കി, അള്ളാഹ് എന്നെ കാഫിറാക്കി എന്ന് പറഞ്ഞിട്ട് ഇല്ല. എന്താ? അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, അല്ലേ? ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി പറഞ്ഞു ഞാൻ ഇതാ സർവ്വലോക റബ്ബിങ്കിലേക്ക് മുസ്ലിമായിരിക്കുന്നു, അപ്പോൾ പരിപൂർണ്ണമായിട്ട് കീഴൊതുങ്ങിയിരിക്കുന്നു. ഇതാണ് മുസ്ലിം. ജൂതനാണ്. ഇന്ന് ഞാൻ ഈ ആയത്ത് ഇങ്ങനെ പിന്നെ പറഞ്ഞെന്താ അറിയോ? നമ്മളും ജൂതനും തമ്മിൽ സാമ്യമുണ്ടോ എല്ലാ വ്യത്യാസമുണ്ടോ നമ്മൾ ചിന്തിച്ചോ? ഖുറാൻ്റെ ഹദീസിൻ്റെ എല്ലാത്തിലും നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ?
ഇല്ലെങ്കിൽ ജൂതനെ പോലെ നമുക്ക് തോന്നിയതിലല്ലേ നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ. നമുക്ക് അറിയുന്ന എത്രയോ കാര്യം നമ്മൾ തള്ളുന്നുണ്ട്. ഇതാരുടെ സ്വഭാവമാണ്? ജൂതൻ്റെ സ്വഭാവമാണ്. അത് ഒരിക്കലും നമ്മൾക്കുണ്ടാകരുത്. ഉണ്ടായാൽ ദുനിയാവിൽ അള്ളാഹ് അപമാനം തരും, ആഖിറത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷയും തരും. വമല്ലാഹു, അള്ളയല്ല, ബിഗാഫിലിൻ, അശ്രദ്ധനൊന്നുമല്ല, അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിന് തൊട്ട്. നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് കുറേ തട്ടിപ്പ് പരിപാടിയൊക്കെ ഉണ്ട്, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട്, അള്ളാഹ് ഇതൊന്നും കാണുന്നില്ല അല്ലേ? നമ്മൾ സ്വന്തം ചിന്തിച്ച് നോക്കിയാൽ മതി. ഇതൊന്നും പഠിച്ചവൻ കാണുന്നില്ല. ഓരോരുത്തരൊക്കെ പറയും ഒരാളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കി, അപ്പുറത്ത് പോകേണ്ട ഒരു കസ്റ്റമർ, ഒരു ഉദാഹരണം പറയുക, അപ്പുറത്ത് പോകേണ്ട കസ്റ്റമറെ കള്ളത്തരം പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും ഇവൻ്റെ പീടികയിൽ നിന്ന് ഒഴിവാകാത്ത സാധനം ഇവൻ ഒഴിവാക്കുമ്പോഴൊക്കെ അല്ലേ, ചില ആൾക്കാർക്ക് ഇവിടുന്നൊക്കെ കച്ചവടക്കാരനെ പറയുന്നതുകൊണ്ടാണ് മനസ്സിലിത് വരുന്ന കേട്ടോ. തീരെ പോകാത്ത വസ്തുക്കളൊക്കെ ഉണ്ടാവും. ഒരു കസ്റ്റമറുണ്ട് പിടിക്കുക എങ്ങനെയാണ്, ഇത് ഭയങ്കര ഡിമാൻഡാണ്, ഇത് 2 ലോഡ് വന്നിട്ട് ഇനിയും ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കുക, 2 മാസമായിട്ടുണ്ടാകും കോടുകൾ കെട്ടിക്കിടക്കുന്നത്. ഈ കള്ളത്തരം പറഞ്ഞിട്ടായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇങ്ങനെ കയറ്റി വിടുന്നത് അല്ലേ? ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പലതിനെ തള്ളുമ്പോഴും നമുക്ക് തോന്നിയതൊക്കെ എടുക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ലേ, ഞാനിതൊക്കെ ചെയ്തിട്ട് എൻ്റെ സമ്പത്ത് ഇങ്ങനെ കൂടുന്നുണ്ട്, എനിക്കൊരു തകരാറും വരുന്നില്ല. നമ്മുടെ ധാരണ അള്ളാഹ് കാണുന്നില്ല എന്നാൽ അള്ളാഹ് ഇങ്ങനെ തരും അല്ലേ? നമ്മൾ ഖുറാനിൽ തന്നെ പഠിച്ചല്ലേ, ആ ചെറിയൊരു രോഗം തന്നോക്കല്ല, ഒരു ഷുഗറിൻ്റെ അടയാളം തരും, ഒരു കൊളസ്ട്രോളിൻ്റെ അടയാളം തരും, ചെറിയൊരു ക്ഷീണം തരും. എന്തിനാണ് തരുന്നത്? സമയായിക്ക് തൗബ ചെയ്യാൻ അല്ലേ, പണിയൊക്കെ നിർത്താനായിക്ക്. ചില ആൾക്കാരാണ് നന്നാവും, ഇനിയില്ല നന്നായിട്ട് ജീവിക്കും. ചില ആൾക്കാരില്ല, കേടാകാൻ തന്നെ തീരുമാനിക്കും. പിന്നെ അള്ളാഹ് എനിക്കൊന്നും കൊടുക്കൂല, നല്ല സുഖം കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചൂണ്ടൽ അയച്ചിടുന്നത് പോലെ അള്ളാഹ് ഇങ്ങനെ അയച്ചിട്ട് തരും. അപ്പോൾ ഇവന് പിന്നെ ഓൻ തന്നെ പറയാൻ തുടങ്ങും, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എനിക്കൊരു പ്രയാസവും ഇല്ല, അള്ളാഹ്ക്ക് എന്നോട് ഒരു പൊരുത്തക്കേടൊന്നുമില്ല, അള്ളാഹ് ഞാൻ തൊടുന്നതൊക്കെ പൊന്നാക്കി തരുന്നുണ്ട് അല്ലേ, എന്ത് തൊട്ടാലും വിജയിക്കുന്നു. എന്തിനാണ് അള്ളാഹ് ചെയ്യുന്നത്? സുമ്മ അഖദ്നാഹും ബഗ്ത, പിന്നെ അള്ളാഹിൻ്റെ പിടുത്തം എങ്ങനെയാണ്? ചൊട്ടല. പിന്നെ എനിക്ക് ഒരു സമയം കൊടുക്കുന്നില്ല, ഒറ്റപ്പിടുത്ത. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചോ, നമ്മൾ മനസ്സിലായിക്കോ, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹ് കാണുന്നില്ല, അള്ളാഹ് അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അള്ളാഹ് എല്ലാം കാണുന്നുണ്ട്. ഉലൈക, ഈ ആളുകളൊക്കെ ഇങ്ങനെ നശിക്കാൻ, ജൂതൻ നശിക്കാനുള്ള ഒരു കാരണം നിങ്ങൾ പഠിച്ചു. വേദഗ്രന്ഥത്തിൽ ചിലത് വിശ്വസിക്കുന്നു, ചിലത് അവിശ്വസിക്കുന്നു. ഉലൈകല്ലദീന ഇഷ്തറൗൽ ഹയാത്തദ് ദുനിയ, ഈ ആളുകൾ, ഉലൈക കൂട്ടർ, അല്ലദീന ഇഷ്തറൗൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിലെ ജീവിതത്തെ വാങ്ങിയവരാണ് അല്ലെ. ഇഷ്തരി വാങ്ങിയവരാണ്. അൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിൻ്റെ ജീവിതത്തെ, ബിൽ ആഖിറ, പരലോക ജീവിതത്തിന് പകരം. എനിക്ക് തോന്നുമ്പോൾ ശരിക്കും പേടിക്കുക, ഇതൊരു ജൂതനേക്കാളും ഇപ്പം നമുക്ക് ചേരുന്നുണ്ടോ നമ്മളെക്കൊണ്ട്. നമ്മൾ പരലോകം വെച്ചിട്ട് ദുനിയാവാണ് നമ്മൾ വാങ്ങുന്നത് അല്ലേ. നമ്മളെ ചർച്ച തീർത്തും ഒരു ഗൾഫുകാരൻ്റെയോ, നമ്മളൊക്കെ ചിന്തിച്ചോ, നമ്മളെ ഒരു ആയുസ്സിൽ ഏറ്റവും സിംഹഭാഗവും നമ്മൾ ചിലവാക്കുന്നത് നമ്മൾ പുരയുണ്ടാക്കാനും നമ്മൾ മോളെ കെട്ടിക്കാനും മക്കളെ പഠിപ്പിക്കാനും ഒക്കെ അല്ലേ. അവസാനം 2 ശ്വാസം മുട്ടി തീർന്ന് പരലോകത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമ്മൾ പരലോകത്തിന് പകരം എന്ത് വാങ്ങി? ദുനിയാവ് വാങ്ങി. നേരെ മറിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിന് സഹാബികളുടെ ജീവിതം, അവർ ദുനിയാവിന് പകരം പരലോകം വാങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു ഇച്ചിരി മോഡേൺ സ്ഥലമായ കൂഫയിലേക്ക് ഏത് ഗവർണറെ തിരഞ്ഞെടുക്കണമെന്ന് വല്ലാതെ ഒരാശങ്ക ഉണ്ടേനും. അങ്ങനെ സഈദ് ഇബ്നു ആമിറിനെ തീരുമാനിച്ചു അങ്ങോട്ടേക്ക്. അദ്ദേഹത്തെ പോയി കുറച്ച് പൈസക്ക് ആവശ്യത്തിനൊക്കെ കൊടുത്തു. അതൊക്കെ അദ്ദേഹം അവിടുത്തെ പാവങ്ങൾക്കൊക്കെ ചിലവഴിച്ചു. പിന്നെ സഈദിൻ്റെ പിന്നെ ഗവർണറുടെ ദാരിദ്ര്യം മദീനത്ത് വന്ന് ഉമറിനെ ബോധ്യപ്പെടുത്തി, അമീറുൽ മുഅ്മിനീനെ ബോധ്യപ്പെടുത്തിയ ദൂതൻ്റെ കയ്യിൽ ഉമർ റളിയല്ലാഹു അൻഹു കുറേ പണം കൊടുത്തേച്ചു സഈദിന് ജീവിക്കാനും, നന്നായി ജീവിക്കാൻ. ഒരു ഗവർണറല്ലേ ഒരു രാജ്യത്തിൻ്റെ. കൂഫ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ഇച്ചിരി നല്ല നാഗരികതയുള്ള നാടാണ്. ആ പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലിട്ട് ദൂതം കൊടുത്തപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്തോ നാസിലത്ത് ഇറങ്ങിയതുപോലെ, എന്തോ ദുരന്തം ഇറങ്ങിയതുപോലെ. ഭാര്യ ചോദിച്ചു, എന്താ അമീർ മുഅ്മിനീൻ മരിച്ചോ? ഇപ്പം അദ്ദേഹം പറയാ, അതിനെക്കാട്ടും വലിയ കാര്യമാണ് സംഭവിച്ചത്. എന്താ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും വിപത്ത് ബാധിച്ചോ? അതിനെക്കാട്ടും വലുതാണ് ബാധിച്ചത്. ഭാര്യയോട് ചോദിച്ചു, നിനക്കെന്നെ സഹായിക്കാൻ പറ്റും ഈ വിഷയത്തെ? സഹായിക്കും, ഞാൻ സഹായിക്കാം. എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഇന്നാലില്ല എന്തിനാ ചൊല്ലിയത്? ഇപ്പോഴാണ് പറഞ്ഞത്, ഇതാ ദുനിയാവ് വന്നിരിക്കും നമ്മുടെ കയ്യിലേക്ക്, ദുനിയാവ് വന്നിട്ടുണ്ട് അല്ലേ. ഇത് ഏറ്റവും ഒരു അപകടമായിട്ട് കാണുന്നു. ഇത് ഞാൻ ദാനം ചെയ്യാൻ വേണ്ടി പോകാം, നിൻ്റെ സമ്മതം എനിക്ക് വേണം.
പോകുമ്പോഴും പണം കൊടുത്തയച്ചല്ലോ അല്ലേ? ഭാര്യ ചോദിക്കും ആവശ്യത്തിനൊക്കെ എടുത്ത് ബാക്കി നമുക്കവിടെ മിച്ചം വെക്കാമെന്ന് ഭാര്യ പറഞ്ഞിരുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞു നമുക്കത് കച്ചവടത്തിലേക്ക് ഇടാം പൈസ. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴും ഭാര്യ ചോദിക്കും കച്ചവടം എങ്ങനെയുണ്ട്? നല്ല ലാഭത്തിൽ പോകുന്നുണ്ട് കച്ചവടം. ഇദ്ദേഹം എപ്പോഴും ഭാര്യനോട് പറയും കച്ചവടം നല്ല ലാഭത്തിലാണ്. അപ്പോൾ ഭാര്യയ്ക്ക് ഇങ്ങനെ സന്തോഷമാകും. ഇതൊക്കെ അറിയുന്ന കൂട്ടുകാരനുണ്ട്. എന്തറിയുന്ന കൂട്ടുകാരൻ? ഈ സയ്യിദ് ഇതൊക്കെ പണ്ടപ്പോഴും വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം വീട്ടിലുള്ളപ്പോഴാണ് ഭാര്യ ചോദിക്കുന്നത് എന്തായി നമ്മൾ കച്ചവടത്തിലിട്ട പൈസ? മാഷാ അല്ലാഹ് അത് നന്നായിട്ട് പുരോഗമിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചിരിച്ചുപോയി. ഇപ്പോഴേ ഭാര്യ ചോദിക്കുന്നത് എന്താ സംഭവം? ഇപ്പോഴേ ഇത് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായത്. നിങ്ങൾ നോക്കിയേ, അവർ ദുനിയാവിന് പകരം എന്ത് വാങ്ങി? ആഖിറം വാങ്ങി. പൊട്ടന്മാരായ നമ്മളോ ആഖിറത്തിന് പകരം എന്ത് വാങ്ങി? ദുനിയാവ് വാങ്ങി അല്ലേ? ഇതാ നമ്മൾ ബൽ തുസിറൂനൽ ഹയാത്ത് ദുനിയ. എല്ലാം കേട്ടിട്ടും നിങ്ങൾ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? ദുനിയാവിന്. വൽ ആഖിറത്തു, വിശ്വാസികളെ ആഖിറുണ്ടല്ലോ ഖൈറുൻ, അതാണ് എപ്പോഴും ഉത്തമം. ഓ അബുക്ക, എപ്പോഴും നിലനിൽക്കുക ആഖിറ. നമ്മൾ വെറും പൊട്ടന്മാരല്ലേ അല്ലേ? റസൂലുള്ളാഹി പറഞ്ഞ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മരിച്ചതിൻ്റെ ശേഷമുള്ള ജീവിതത്തിലേക്ക് എന്തെങ്കിലും ചെയ്തു കൂട്ടുന്ന ആൾക്കാരാണ്. ഇവിടെ ഇങ്ങനെ കൊട്ടാര സമ്മാനം വീടുണ്ടാക്കി ദുനിയാവിന് വേണ്ടി ഓടി നടന്ന് ഒരു ദിവസം മരിച്ചാൽ നമ്മളൊക്കെ, ഞാനും നിങ്ങളും ആണും പെണ്ണും ഒക്കെ ചിന്തിച്ചോ, ഒരു ദിവസം കണ്ണൊന്നടച്ച് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ കഴിഞ്ഞ് നമ്മുടെ കഥ. എന്ത് നന്മയായിട്ടാണ് പഠിച്ചവരെ കാണാൻ വേണ്ടി തീരുമാനിക്കുന്നത് നമ്മൾ അല്ലേ? എത്ര ഉപദേശങ്ങൾ നമ്മൾ കേട്ടു, എത്ര വയല് നമ്മൾ കേട്ടു, എത്ര വായിച്ചു നമ്മൾ. മെസ്സേജിനും ഉപദേശത്തിനൊന്നും ഒരു കുറവും ഇല്ലല്ലോ ഇന്ന്. എന്നിട്ട് നമുക്ക് നന്നാൻ കഴിയാത്തത്. അതാണ് നമ്മളെപ്പോഴും പഠിക്കേണ്ടത്. നമ്മൾ ദുനിയാവല്ല നമ്മുടെ പ്രാധാന്യം, ആഖിറ പ്രാധാന്യം. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പിന്നെ കീറിയ വസ്ത്രം ധരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ ധരിക്കല്ല, നല്ല വസ്ത്രം ധരിക്കുക. ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. മോളെ കൊണ്ട് പറയിപ്പിച്ച ഉമർ ഒറ്റ ചോദ്യമാണ്, പിന്നെ നിൻ്റെ ഭർത്താവല്ലേ റസൂലുള്ളാഹ്, ആ റസൂലിൻ്റെ ഭക്ഷണത്തെപ്പറ്റി ഒന്ന് പറഞ്ഞതാ, എനിക്ക് വസ്ത്രത്തെപ്പറ്റി ഒന്നും എനിക്ക് പറഞ്ഞതാ. ആർക്കൊന്നും മറുപടിയില്ല. എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെയായിരുന്നു. ഇതേ അവസ്ഥയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലുണ്ടായിരുന്നത്. സ്വഹാബികൾക്ക് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് അവർ പ്രാധാന്യം കൊടുത്തത്? ഏത് ജീവിതത്തിനാ? ആഖിറത്തിന്. അവർക്കത് കിട്ടി. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? ദുനിയാവിന് വേണ്ടിയിട്ട്. നമുക്കിത് കിട്ടുന്നില്ല എല്ലാവർക്കും അല്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോ, ഈ ദുനിയാവ്, ഹസൻ ബസ്രി പറഞ്ഞില്ലേ, ദുനിയാവ് അള്ളാഹ് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. ഇത് മനസ്സിലാക്കിയോ നമ്മൾ? ദുനിയാവ് അള്ളാഹ് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. പക്ഷെ ആഖിറം അള്ളാഹ് ആർക്കേ കൊടുക്കൂ? ഇഷ്ടമുള്ളവർക്കേ കൊടുക്കൂ. അപ്പോൾ നമുക്ക് എവിടെയാണ് വേണ്ടത്? ആഖിറത്തിലാണ് വേണ്ടത്. അള്ളാഹു നമ്മെ അവിടെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. ഈ ആളുകൾ ഈ ആഖിറത്തിന് പകരം ദുനിയാവ് വാങ്ങി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശിക്ഷ എന്താണെന്നറിയോ? ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവർക്കുള്ള ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല. വലാഹും, അവരാകട്ടെ യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല. ഒരിക്കലും അള്ളാഹു ഒരു ശിക്ഷയും അവർക്ക് കുറച്ചു കൊടുക്കില്ല. കാരണം ദുനിയാവാണ് അവരുടെ മുമ്പിൽ ഏറ്റവും പ്രാധാന്യം അല്ലേ? തഈസ അബ്ദുദ്ദീന എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ദീനാറിൻ്റെ അടിമ നശിക്കട്ടെ, തുലയട്ടെ അല്ലേ? ദിർഹമിൻ്റെ അടിമയും തൊലഞ്ഞു പോട്ടെ. എന്താ പറഞ്ഞത്? പണത്തിന് വേണ്ടി ജീവിക്കുന്നത്, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു അവന് കിട്ടിയാൽ അവന് തൃപ്തിപ്പെടും, കിട്ടിയിട്ടില്ലെങ്കിലോ ടെൻഷനായിരിക്കും. ഇപ്പോഴും ടെൻഷൻ. അല്ലാഹ് അവിടെ അവൻ കച്ചവടം തുടങ്ങി, അതാ കച്ചവടം പൊടി പൊടിക്കുന്നു, അതിന് ഇവനിക്ക് ടെൻഷൻ അല്ലേ? അവിടെ മറ്റൊന്ന് ഇച്ചിരി ഡള്ളായി, അതിന് ഇവനിക്ക് ഇവിടെ സന്തോഷം. രണ്ടും ഇവനൊന്നും ബാധിച്ചിട്ടില്ല. ഇവനിക്ക് കിട്ടുമ്പോൾ ഇവന് സന്തോഷവതിയായി. ചെറിയൊരു പരീക്ഷണം വരുമ്പോൾ ഇവനാകെ പടച്ചവനിക്കെതിരെ പറയാൻ തുടങ്ങി. ഇതൊക്കെ നമ്മളൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കിയേ അല്ലേ? ഇവിടെ ഗൾഫിലേക്ക് ആദ്യം വരുമ്പോൾ ജോലിയൊന്നും ഉണ്ടാവില്ല. ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ച ആൾക്കാരായിരിക്കും നമ്മളൊക്കെ. അള്ളാഹ് ജോലി തന്നു. അന്ന് നിങ്ങൾ 5 നേരം പള്ളി പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. സുജൂദിലൊക്കെ വല്ലാത്ത ഭക്തിയായിരിക്കും. പഠിച്ചവങ്ങൾക്ക് ജോലി തന്നു അല്ലേ? ഇച്ചിരി നന്നായി സാലറി തന്നു. പ്രതീക്ഷിക്കാത്ത സാലറി കിട്ടി. എല്ലാവരും അങ്ങനെ തന്നെ ഇവിടെ ജീവിക്കുന്നത്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പണിയും ഉണ്ടാവില്ല അല്ലേ? ഇവിടെ നന്നായി തരുന്നു. ഈ തെരുന്തോറും നമ്മൾ അള്ളാഹിലേക്ക് അടുക്കുന്നതല്ല, തെരുന്തോറും പഠിച്ചവൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? മാറി പോകാൻ. പിന്നെ ദുആ ചെയ്യാൻ നേരെയില്ല, അള്ളാഹിനോട് കരഞ്ഞ് പറയാൻ നേരെയില്ല, നിസ്കരിക്കാൻ നേരെയില്ല, സക്കാത്ത് കൊടുക്കാൻ മറന്നു എന്ന്, സദക്ക കൊടുക്കുന്നില്ല, പാവപ്പെട്ടവരെ കാണുമ്പോൾ അവൻ തള്ളിക്കളയുന്നു അല്ലേ? ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ നമ്മളാകരുത്. ഈ ആളുകൾക്കാണ്, അവരാണ് ദുനിയാവിന് വേണ്ടി ഓടുന്ന ദിർഹമിൻ്റെയും ദീനാറിൻ്റെയും ആളുകൾ. അവർക്കാണ് അല്ലാഹു തആല എപ്പോഴും എന്ത് ചെയ്യുന്നത്? പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ശിക്ഷകളും കൊടുക്കുന്നത്.